പശ്ചിമേഷ്യയിൽ അതീവ ഗുരുതരമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വെനസ്വലയ്ക്ക് പിന്നാലെ കൊളംബിയയും ഇറാനും ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്കയുടെ നിർണായകമായ ചില നീക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്നുവെന്ന അഭ്യൂഹങ്ങൾ പരന്നുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് തന്നെ അടുത്ത ലക്ഷ്യം കൊളംബിയ എന്ന് പറഞ്ഞുവെങ്കിലും കൊളംബിയയേക്കാൾ കൂടുതൽ ആക്രമണ സാധ്യത നേരിടുന്നത് ഇറാനാണ്. ഇറാൻ്റെ ശ്രദ്ധ തിരിക്കാൻ, ഇറാനിലേക്ക് ഉടനൊന്നും ആക്രമണം ഉണ്ടാകില്ല എന്ന നിലയിൽ വരുത്തി തീർക്കാൻ ട്രംപ് കൊളംബിയയുടെ പേര് പറഞ്ഞു എന്ന നിലയിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിൽ ഇന്നേ ദിവസം വലിയ തോതിലുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടനും ഫ്രാൻസും കഴിഞ്ഞ മണിക്കൂറിൽ സിറിയയിലേക്ക് ഒരു വലിയ ആക്രമണം നടത്തി. സിറിയയ്ക്ക് ഇപ്പോൾ സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ്. സിറിയയെ ആക്രമിക്കരുത് എന്ന് അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വിലക്ക് നിലനിൽക്കെ അത് ലംഘിച്ചുകൊണ്ട് ബ്രിട്ടനും ഫ്രാൻസും സിറിയയിലേക്ക് ഒരു വലിയ ആക്രമണം നടത്തി. അതിന് കാരണമായി അവർ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവിടെ IS ഭീകരരുടെ കേന്ദ്രങ്ങളുണ്ട്, അതാണ് ഞങ്ങൾ തകർത്തത് എന്നും, അമേരിക്കയ്ക്ക് വെനസ്വേലയിലേക്ക് ആക്രമണം നടത്താമെങ്കിൽ ഞങ്ങൾക്ക് സിറിയയിലേക്ക് ആക്രമണം നടത്തിക്കൂടെ എന്നതുമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളും രാജ്യങ്ങളുടെ പരമാധികാരങ്ങളും ഒക്കെ ഹനിച്ചുകൊണ്ട് എന്തും ചെയ്യാം ആർക്കും എന്ന സ്ഥിതിവിശേഷത്തിലേക്ക് ട്രംപ് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുകയാണ്. ട്രംപ് ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കുന്നു. എന്നെ കാണേണ്ടതുപോലെ കണ്ടില്ല, എന്നെ പ്രീതിപ്പെടുത്തിയില്ല, അതുകൊണ്ട് താരിഫ് കൂട്ടും. ഈ നിലയിലേക്ക് ഈ ലോകത്തിൻ്റെ നിയമങ്ങളും ക്രമങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഗസയിലേക്ക് സർവ്വ നിയമങ്ങളും ലംഘിച്ച്, ഐക്യരാഷ്ട്ര സംഘടനയുടെ വിലക്കുകൾ ലംഘിച്ച് വലിയ ആക്രമണം നടത്തിയപ്പോൾ ഇവിടെയുള്ള കുറേ ആളുകൾ അത്യുത്സാഹത്തിൽ ഗംഭീരമായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ 2 വർഷം അന്താരാഷ്ട്ര നിയമങ്ങൾ മുഴുവൻ ലംഘിച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ഈ അന്താരാഷ്ട്ര നിയമലംഘനങ്ങളുടെയും രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തെ ഹനിക്കുന്ന ഇടപെടലുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ആർക്കും ഈ ലോകത്ത് എന്തും ചെയ്യാം, ഒരു നിയമങ്ങളും ചോദിക്കാനില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങളെ എത്താനുള്ള കാരണം ഇസ്രായേൽ ഗസ യുദ്ധം തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ആയത്തുള്ള അലി ഖാംനെയിയെ അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നു. ഇസ്രായേലിലെ എയർ ലേപ്പഡ് എന്ന് പറയുന്ന തീവ്ര വലതുപക്ഷ സയനിസ്റ്റ് നേതാവ് ഇറാന് മുന്നറിയിപ്പ് കൊടുക്കുന്നു, അടുത്തത് നിങ്ങളാണ് എന്ന തരത്തിൽ. അപ്പോൾ ഏത് നിമിഷവും വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ തൂക്കിയെടുത്തതുപോലെ ഖാംനെയെയും തൂക്കിയെടുക്കും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പല നേതാക്കളെയും അമേരിക്കയുടെ ഫോഴ്സ് ഒറ്റ രാത്രി കൊണ്ട് കൊണ്ടുപോകും എന്ന നിലയിലുള്ള പല പ്രചാരണങ്ങളും നടക്കുകയാണ്. പക്ഷെ അതിനൊന്നും വഴങ്ങാൻ ഇറാൻ്റെ പരമാധികാരിയായിട്ടുള്ള ആയത്തുള്ള അലി ഖാംനെയി തയ്യാറല്ല. അതിസാഹസികമായ നിർണായകമായ നീക്കങ്ങളാണ് ഇറാനിൽ ഖാംനെയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള ചില മാധ്യമങ്ങൾ ഖാംനെയി ഭയന്ന് ഓടുകയാണ്, അദ്ദേഹം റഷ്യയിലേക്ക് നീങ്ങുകയാണ് എന്ന നിലയിൽ ചില വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് ഖാംനെയിക്ക് രാജ്യത്തെ ആഭ്യന്തര കലാപങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അമേരിക്കയുടെ ഭീഷണി അത് വല്ലാത്ത രീതിയിൽ ഖാംനെയിയെ ബാധിച്ചിരിക്കുന്നു, അതുകൊണ്ട് തന്നെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഇനിയും ഇറാനിൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഖാംനെയി റഷ്യയിലേക്ക് പേടിച്ചോടുകയാണ്, രക്ഷപ്പെട്ടോടുകയാണ് എന്ന നിലയിലാണ് പല പ്രചാരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചില അറബ് മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്തയായി വന്നിട്ടുണ്ട്. ഇതിലൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഖാംനെയും റഷ്യയും തമ്മിലുള്ള ചില ഡീലുകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിർണായകമായ ചില നീക്കങ്ങൾ നടക്കുന്നത്. അമേരിക്കയ്ക്ക് ഏറ്റവും അധികം തലവേദനയാകുന്നത്, ഇസ്രായേലിന് ഏറ്റവും വലിയ ഭീഷണിയാകുന്നത് ഇറാൻ്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളാണ്. ഇറാൻ്റെ ആണവ പ്ലാന്റുകൾ, അവിടെ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നു. ഒരു വേള ഇറാൻ്റെ കയ്യിൽ ആണവായുധമുണ്ടോ എന്ന് പോലും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ആശങ്കയുണ്ടാകുന്നു. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇറാൻ്റെ അത്തരം കഴിവുകൾക്ക് പിന്നിൽ ആര് എന്ന ചോദ്യമുണ്ട്. അപ്പോൾ ഇറാനെ അതിന് പരിപൂർണമായി സഹായിക്കുന്നത് റഷ്യയാണ്. പക്ഷെ അമേരിക്കയ്ക്ക് ഒരിക്കലും റഷ്യയെ നേരിട്ട് ആക്രമിക്കാൻ കഴിയില്ല. അങ്ങനെ ആക്രമിച്ചാൽ റഷ്യ ഒരു ആണവ രാജ്യമാണ് എന്നതിനാൽ തന്നെ അത് അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടാക്കും. എന്ന് മാത്രമല്ല, ഉത്തര കൊറിയയെ അടക്കം അമേരിക്കയ്ക്കെതിരെ ആ ഘട്ടത്തിൽ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഉത്തര കൊറിയയും ആണവ രാജ്യം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആണവ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ അമേരിക്കയും ട്രംപും ഒന്നും ചിലപ്പോൾ ബാക്കി കാണില്ല. ഈ ലോകക്രമം തന്നെ തകർന്നടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണവ രാജ്യങ്ങളെ ആക്രമിക്കുക എന്ന നയത്തിലേക്ക് ഒരിക്കലും അമേരിക്ക പോകില്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാനും റഷ്യയും തമ്മിൽ ഇപ്പോൾ ഒരു ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഡീലിൻ്റെ ഭാഗമായി റഷ്യയിൽ ആയത്തുള്ള അലി ഖാംനെയി എത്തിയാൽ ഇറാനിലെ മറ്റു കാര്യങ്ങൾ IRGC നോക്കിക്കോളും. IRGCയുടെ തലവന്മാരെ അവിടുത്തെ നിയന്ത്രണമടക്കമുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. എങ്ങനെ സമരത്തെ അടിച്ചമർത്തണമെന്നും
അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ ഇറാനുള്ളിലേക്ക് കടന്നു കയറി ഒരു ആക്രമണം നടത്തിയാൽ അതിനെ എങ്ങനെ തിരിച്ചടിക്കണമെന്നും പ്രതിരോധിക്കണമെന്നും അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ഖാംനയുടെ നേതൃത്വത്തിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് നടപ്പാക്കുക എന്ന ചുമതല അവിടുത്തെ സൈന്യത്തിനുള്ളതാണ്. അവരത് ഭംഗിയായി വൃത്തിയായി ചെയ്തുകൊള്ളും. അതിന് ഖാംനെ ഇറാനിൽ നിൽക്കേണ്ട കാര്യമില്ല. എന്ന് മാത്രമല്ല, നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ. വെനസ്വലയിൽ സംഭവിച്ചതുപോലെ ഇറാനിൽ സംഭവിക്കുകയാണെങ്കിൽ അതിന് അമേരിക്ക ഇറങ്ങി തിരിച്ചാൽ എന്തൊക്കെയായിരിക്കും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ? ഒന്നാമത്തെ കാര്യം, വെനസ്വലൻ പ്രസിഡന്റ് ഈ പറയുന്ന നിക്കോളാസ് മഡൂറോ ജനപ്രിയനായ ഒരു നേതാവായിരുന്നില്ല. ജനങ്ങൾ അയാൾക്കൊപ്പം ഇല്ലായിരുന്നു. ഒരു സോഷ്യലിസ്റ്റ് ഭരണം എന്നൊക്കെ പറയുമെങ്കിലും അയാൾ തീർത്തും ഒരു ഏകാധിപതി എന്ന നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. തനിക്ക് എതിരെ നിൽക്കുന്ന, തനിക്കെതിരായ ആശയങ്ങൾ പ്രചരിപ്പിച്ച് ഏതാണ്ട് 20,000-ലധികം പേരെ കൊലപ്പെടുത്തി എന്ന കുറ്റവും ഈ മഡൂറോയുടെ തലയിലുണ്ട്. അപ്പം അത്ര നല്ല പുള്ളിയൊന്നും ആയിരുന്നില്ല മഡൂറോ. പക്ഷേ ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറി എന്നുള്ളതാണ് അമേരിക്ക ചെയ്തിട്ടുള്ള നിയമവിരുദ്ധമായ കാര്യം, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം. അതുകൊണ്ടാണ് അതിനെ എതിർക്കപ്പെടുന്നത്. പക്ഷേ ഇവിടെ ഇറാനിൽ നോക്കുക. ഇറാനിൽ 1979 ശേഷം അധികാരത്തിലേറിയ ആയത്തുള്ള ഭരണകൂടം, അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടം, ഇസ്ലാമിക വിപ്ലവമുണ്ടായ 1979. ഇപ്പം 46 വർഷമായി ആയത്തുള്ളമാരാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഒടുവിലത്തെ ആളാണ് ആയത്തുള്ള അലി ഖാംനി. അപ്പോൾ ഈ 46 വർഷം ഇറാനിൽ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായത് 1979 മുമ്പ് പഴയ പേർഷ്യ എന്ന് പറയുന്നത് വലിയ സ്വാതന്ത്ര്യമുള്ള നാടായിരുന്നു. അവിടെ സ്ത്രീകൾ ഡാൻസ് കളിക്കുമായിരുന്നു, പരിഷ്കാരികളായിരുന്നു, അവർക്ക് സർവ്വ കാര്യങ്ങളും ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം, ഈ ഇസ്ലാമിക ഭരണം വന്നതിന് ശേഷം ഇറാനിൽ കടുത്ത നിയന്ത്രണങ്ങൾ വന്നു. അവിടെ സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നതടക്കമുള്ളത് നിർബന്ധമാക്കി. അങ്ങനെ കൃത്യമായി ഹിജാബ് ധരിക്കാത്ത ഒരു പെൺകുട്ടിയെയാണ് 2022 അവിടുത്തെ സദാചാര പോലീസ് കൊലപ്പെടുത്തുന്നത്. ആ കൊലപാതകത്തിന് ശേഷം ഇപ്പോൾ ഇറാനിൽ ഉണ്ടായതുപോലെ ഏതാണ്ട് 1.5-2 വർഷക്കാലത്തോളം വലിയ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ അതിനെ അതിജീവിച്ച്, അതിനെ അടിച്ചമർത്തി, അതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കൃത്യമായ താക്കീതും മറുപടിയും കൊടുത്ത് അവരെ ശിക്ഷിച്ച് മുന്നോട്ട് പോയ ഒരു ഭരണകൂടമാണ് ഇപ്പോഴവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ, പ്രക്ഷോഭങ്ങളെ ഇല്ലാതാക്കാൻ അവരെ ആരും പഠിപ്പിക്കേണ്ടതില്ല. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വശത്ത്. എങ്കിലും അമേരിക്കയുടെ ഉൾപ്പെടെ, അല്ലെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ ചില ഏജൻസികളുടെ സഹായത്തോടെ എന്ന് സംശയിക്കാവുന്ന വിധത്തിലുള്ള ചില ഇടപെടലുകളും ഇറാനുള്ളിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് ഇറാൻ ഭരണകൂടം കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആഭ്യന്തര സംഘർഷങ്ങളുടെ ഭാഗമായ ഒരു യുവ വ്യവസായി അവിടെ കൊല്ലപ്പെട്ടിരുന്നു. ആ വ്യവസായി കൊല്ലപ്പെട്ടതിന് ശേഷം കുറേ ഇടങ്ങളിലേക്ക് അതിനെ തുടർന്നുള്ള പ്രതിഷേധങ്ങളുണ്ടായി. പക്ഷേ ആ വ്യവസായി കൊല്ലപ്പെട്ടത് ഏറ്റുമുട്ടലിനെ തുടർന്നല്ല എന്നും അജ്ഞാതർ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞതാണ് എന്നുമാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, ഒരു വിഭാഗം ആളുകൾ മാത്രമാണ് സമരത്തിന് ഇറങ്ങുന്നുള്ളൂ. അവർ വീടുകളിൽ കയറി മറ്റ് പൊതു ഇടങ്ങളിൽ ചെന്ന് ഇറാനിയൻ സിറ്റിസൻസിനെ, അവിടുത്തെ ജനങ്ങളെ നിങ്ങൾ പ്രതിഷേധിക്കൂ, സമരത്തിന് ഇറങ്ങൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നതായിട്ടുള്ള ചില ദൃശ്യങ്ങൾ പുറത്തു വന്നു എന്ന് ഇന്നലെ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പല സമ്മർദ്ദങ്ങളും, അല്ലെങ്കിൽ ഇറാനിൽ ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടാകണമെന്ന് ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ്, ഒരു വലിയ വിഭാഗം ആളുകൾ ഇറാനിലെമ്പാടുമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായി തന്നെ ഇറാൻ ഭരണകൂടം വിലയിരുത്തുന്നു. ഭരണകൂടത്തിൻ്റെ വിലയിരുത്തലാണ്. ഇറാനിയൻ മാധ്യമങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതെങ്ങനെ നിയന്ത്രിക്കും എന്നുള്ളത് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പങ്ങൾ ഭരണകൂടത്തിനുണ്ട്. ചർച്ചകൾ നടക്കുന്നുണ്ട്. അവിടുത്തെ റിസർവ് ബാങ്കിന് പുതിയ ഗവർണറെ കൊണ്ടുവന്നു, പഴയ ആളെ രാജിവെപ്പിച്ചു. അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി നേരിട്ടിറങ്ങിക്കൊണ്ട് ചർച്ചകൾ നടക്കുകയാണ്. ഈ സമരക്കാരുമായി, അവരുടെ ഡിമാൻഡുകളുമായി ബന്ധപ്പെട്ട്, വ്യവസായികളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നു. അമേരിക്കയുടെ കടുത്ത ഉപരോധത്തെ തുടർന്നാണ് ഇറാനിൽ ഇപ്പോൾ ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഗുരുതരമായ ക്ഷാമം ഉണ്ടായിരിക്കുന്നത്. കാലാവസ്ഥയും ഒരു ഘടകമാണ്. ജലക്ഷാമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കാലാവസ്ഥയും ഒരു ഘടകമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ഭരണകൂടത്തെ നേരിട്ട് കുറ്റപ്പെടുത്താൻ സാധാരണക്കാരായ ജനങ്ങൾക്ക് സാധിക്കില്ല. പക്ഷെ ഒരു വിഭാഗം വലിയ പ്രതിഷേധത്തിലാണ്. എങ്കിലും മുഴുവൻ ജനങ്ങളും ഖാംനെയെ തള്ളി പറയുന്ന ഒരു സാഹചര്യം ഇറാനിലില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സേന ഇറങ്ങിയാൽ, അല്ലെങ്കിൽ വെനസ്വലയിൽ ചെയ്തതുപോലുള്ള ഒരു ചെയ്ത്ത് ഇറാനെതിരെ ചെയ്താൽ അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടികളുണ്ടാക്കും. അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയെ അടക്കം അമേരിക്കയ്ക്ക് പല ഘട്ടങ്ങളിലും ബോധ്യപ്പെടുത്തേണ്ടി വരും എന്തിനാണ് ഇത് ചെയ്തത് എന്നത് സംബന്ധിച്ച്. മുമ്പ് ഇറാഖിലും അഫ്ഗാനും ഒക്കെ അധിനിവേശം ഉണ്ടായപ്പോൾ അറബ് രാജ്യങ്ങൾ നോക്കി നിന്നു, അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധങ്ങൾ വിലപ്പോയില്ല എന്നുള്ളതൊരു ഘടകമാണ്. അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ, അമേരിക്ക തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിമിത്തം അമേരിക്കയ്ക്ക് എന്തും ചെയ്യാവുന്നൊരു സാഹചര്യം പശ്ചിമേഷ്യയിലുണ്ട്.
പക്ഷേ ഇറാനോട് കളിച്ചാൽ റഷ്യ അപ്പുറത്തുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ റഷ്യയിലിരിക്കുന്ന ഖാംനെയിയെ തൊടാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല. അപ്പോൾ ഇറാൻ പിടിച്ചെടുക്കുക, ഇറാനിൽ വലിയ നടപടികൾ ഉണ്ടാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇറാനിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന ഭരണം സ്ഥാപിക്കുക എന്നുള്ളത് അമേരിക്കയ്ക്ക് എളുപ്പമായിരിക്കില്ല. ഖാംനെയുടെ അതിസാഹസികമായ നീക്കമാണ് റഷ്യയിലേക്ക് എത്തിയതിനു ശേഷം റഷ്യയിലിരുന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വെനസ്വേലയിലെ പോലെ ഇറാനിലേക്ക് പോകാൻ ട്രംപ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, റഷ്യയിലേക്ക് ഈ പറയുന്ന ഖാംനെയി നീങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ട്രംപിന് ഞെട്ടലുളവാക്കുന്ന കാര്യം തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ട്രംപിന് റഷ്യയിൽ പോയി ഒന്നും ചെയ്യാൻ കഴിയില്ല. റഷ്യയിലേക്ക് കടന്നു കയറി ട്രംപ് ഒന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യാനായിരുന്നുവെങ്കിൽ ഈ യുക്രൈൻ യുദ്ധമുണ്ടായ സമയത്ത് യുക്രൈന് പിന്തുണ കൊടുക്കുന്നതിന് പകരം അമേരിക്കയ്ക്ക് നേരിട്ട് റഷ്യയിൽ ഇടപെടാമായിരുന്നു. അതിന് കാരണം റഷ്യയെ തടുക്കാൻ ഉള്ള ശക്തി അമേരിക്കയ്ക്കില്ല. അല്ലെങ്കിൽ അമേരിക്കയേക്കാൾ കൂടുതൽ ആയുധബലവും ആണവബലവും റഷ്യയ്ക്കുണ്ട് എന്ന ഭീതി അമേരിക്കയ്ക്കുണ്ട്. എന്തായാലും ഇപ്പോൾ ഇറാന് കവചമായിട്ട് റഷ്യ നിൽക്കുകയാണ്. അതായത് ഇറാനെ ഏതെങ്കിലും തരത്തിൽ അറ്റാക്ക് ചെയ്യാൻ, ഇറാൻ്റെ പരമാധികാരിയെ പിടിച്ചുകൊണ്ടു പോകാനൊക്കെയുള്ള നീക്കങ്ങൾ അമേരിക്ക പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്നത് റഷ്യയുടെ സാന്നിധ്യം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇറാനിൽ ഇതേ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഗസയിൽ ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക, ഞങ്ങൾ ഏത് നിമിഷവും ഒരു വലിയ യുദ്ധത്തിന് തയ്യാറാണ് എന്ന ഭീതി സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഗസയിൽ ഇസ്രായേൽ വലിയ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വരുന്ന റിപ്പോർട്ടിൽ ഒരൊറ്റ ആക്രമണത്തിൽ ഏതാണ്ട് 3,000 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. തുടങ്ങിക്കഴിഞ്ഞു വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് സീസ് ഫയർ നിലനിൽക്കുന്ന പ്രദേശത്ത് ഇസ്രായേൽ യുദ്ധം എന്നുള്ളതാണ് ഗസയിൽ നിന്ന് വരുന്ന വിവരം. അതായത് പശ്ചിമേഷ്യയിൽ അവിടെയും ഇവിടെയും എല്ലായിടത്തുമായിട്ട് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. യുദ്ധങ്ങൾ പലയിടങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. ട്രംപിൻ്റെ ഭീഷണികൾ, ട്രംപിൻ്റെ ഭ്രാന്തിളകിയ പോലുള്ള നീക്കങ്ങൾ ഒക്കെ വലിയ ഭീതിയും ആശങ്കയുമാണ് പശ്ചിമേഷ്യയിലെമ്പാടും ലോകത്തെമ്പാടും ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ ഗസയിലേക്ക് ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുക കൂടി ചെയ്തതോടെ ഇറാനിൽ വലിയ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നതോടെ എന്തും സംഭവിക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്.